أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഇനി നൂറുൽ ഈളാഹ് പഠനം തയമ്മുമുമായി ബന്ധപ്പെട്ട് ചർച്ചയാണ് നമ്മൾ നടക്കുന്നത്. അതിൽ തന്നെ തയമ്മുമ് സ്വഹിയാകാൻ 8 ഷർത്തുകളുണ്ട്. അതിൽ 2 ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. ഇനി 3-ാമത്തെ ഷർത്താണ് പറയുന്നത്. എന്താണ്? ഭൂമിയുടെ ജിൻസിൽപ്പെട്ട ശുദ്ധമായ വസ്തു കൊണ്ടായിരിക്കണം തയമ്മുമ് ചെയ്യേണ്ടത്. മണ്ണ് പോലുള്ള മണ്ണ് അല്ലെങ്കിൽ കല്ല്, അതുപോലെ മണൽത്തരി, ഇങ്ങനെ ഭൂമിയുടെ ജിൻസിൽപ്പെട്ട ശുദ്ധമായ വസ്തു കൊണ്ടായിരിക്കണം തയമ്മുമ് ചെയ്യേണ്ടത്. നോക്കുക. അസാലിസു 3-ാമത്തത് അയ്യക്കൂന തയമ്മുമു തയമ്മുമാകണം ബി ത്വാഹിരിൻ ശുദ്ധിയുള്ളത് കൊണ്ടാകണം. അതെന്ന് പറഞ്ഞാല് നജസ് സ്പർശിക്കാത്തത് എന്നർത്ഥം, ശുദ്ധിയുള്ളത് കൊണ്ട് എന്നർത്ഥം. അത് തന്നെ മിൻ ജിൻസിൽ അർളി ഭൂമിയുടെ ജിൻസിൽപ്പെട്ട ശുദ്ധിയുള്ളത് കൊണ്ടാകണം. ഉദാഹരണം കത്തുറാബി മണ്ണ് പോലെ, വൽ ഹജരി കല്ലുപോലെ, ഓർ റംലി പറഞ്ഞ മണല്. അപ്പൊ ഇത് ഭൂമിയുടെ ജിൻസിൽപ്പെട്ട വസ്തുക്കൾ കൊണ്ടാകണം. എന്നാൽ ലൽ ഹതബി ഹതബ് കൊണ്ട് എതിരായിട്ടുള്ള തയമ്മുമ് സ്വഹിയാകൂല. കാരണം അത് അർളിന്റെ ജിൻസിൽപ്പെട്ടതല്ല ഹതബ്. അതുപോലെ ഒരു ഫില്ലത്തി വെള്ളി കൊണ്ടും സ്വഹി അല്ല, ദഹബി സ്വർണം കൊണ്ടും സ്വഹി അല്ല. അതുപോലുള്ള വെള്ളി സ്വർണം പോലുള്ള ലോഹങ്ങളെ കൊണ്ടൊന്നും എന്തല്ല സ്വഹി അല്ല. കാരണം അവയൊന്നും അർളുൽ ജിൻസുൽ അർളിൽ പെട്ടതല്ല, ഭൂമിയുടെ ജിൻസിൽ പെട്ടതല്ല. എന്ന് പറഞ്ഞാൽ റമാദാകുന്നതോ അഥവാ വെണ്ണീറാകുന്നതോ ആയ വെണ്ണീറായി പോകുന്ന വസ്തുക്കൾ അതുകൊണ്ടൊന്നും തയമ്മുമ് ചെയ്യാൻ പറ്റൂല. അറാബിഉ 4-ാമത്തെ ഷർത്ത് ഇസ്തിആബുൽ മഹല്ലി ബിൽ മസ്ഹി. തയമ്മുമിന്റെ മഹല്ല് അഥവാ കൈകളും മുഖവും അത് രണ്ടും പൂർണ്ണമായി തടവുക. അതാ തയമ്മുമിന്റെ മഹല്ല് കൈകളും മുഖവുമാണല്ലോ, അത് പൂർണ്ണമായി തടവലാണ് 4-ാമത്തെ ഷർത്ത്. വൽ ഖാമിസു 5-ാമത്തത് യംസഹ ബി ജമീഇൽ യദി. കൈ മുഴുവനുമാ ഉപയോഗിച്ചുകൊണ്ട് തടവണം. കൈ മുഴുവനായി ഉപയോഗിക്കണം. കൈന്റെ വിരലുകൾ അറ്റം മാത്രം പോരാ, കൈ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തടവണം. അലിയോ ബി അക്സരിഹ, കൈന്റെ അധിക ഭാഗവും ഉപയോഗിച്ചുകൊണ്ട് തടവണം. അക്സർ കൊണ്ട്. ഹത്താ ലൗ മസഹ ബി ഇസ്ബഅൈനി, ഒരാൾ 2 വിരല് കൊണ്ട് തടവിയാൽ ലാ യജൂസു, അത് അനുവദനീയമല്ല, അതിന് സിഹത്തില്ല. താത്താർ ഖാനിയയിൽ കാണാം ലാ യജൂസു തയമ്മുമു ബി അഖല്ല മിൻ 3 അസാബിഅ. 3-ൽ കുറഞ്ഞ വിരലുകൾ കൊണ്ടുള്ള തയമ്മുമിന് ജവാസില്ല. പിന്നെ
അത് ഖുലാസയിലും കാണാം. ഇങ്ങനെ പല കിതാബുകളിലും കാണാം. അതാണ് അഞ്ചാമത്തത്. വലൗ കററ ഹത്തസ്തൗഅബ, ആ അവയവങ്ങൾ, തയമ്മുമിന്റെ അവയവങ്ങൾ പൂർണ്ണമാകും വിധം ആവർത്തിച്ചാലും എന്തില്ല, രണ്ട് വിരൽ കൊണ്ട് തടവിയാലൊന്നും തെയ്യില്ല, സ്വഹീ ആകിയൂല. എന്നാ ബിഖിലാഫി മസ്ഹിർ റഅസി, തല തടവുന്നതിന് മാറ്റം, തല തടവുന്നതിനെതിരായിട്ട്, അഥവാ ഒരാൾ തല തടവി മിറാറൻ ബി ഇസ്ബ, ഒരു വിരല് കൊണ്ട് പല തവണയായിട്ടോ അല്ലെങ്കിൽ രണ്ട് വിരല് കൊണ്ട് വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ വിരല് കൊണ്ട് തല തടവി, അങ്ങനെ തടവിയാൽ അത് സിഹത്തുള്ളത് പോലെ ഇവിടെ തയമ്മുമിൽ വിരല് കൊണ്ട് തടവിയാൽ സിഹത്തില്ല. പിന്നെ ആറാമത്തെ ഷർത്ത് അയ്യക്കൂന ബി ളർബത്തൈനി, രണ്ട് അടി കൊണ്ടാകണം. എങ്ങനെ രണ്ടടി അടിക്കണം? ബി ബാത്തിനിൽ കഫി, മുൻകൈയിന്റെ ഉൾഭാഗം കൊണ്ട് രണ്ട് തവണ അടിച്ചുകൊണ്ടായിരിക്കണം തയമ്മുമ് ചെയ്യേണ്ടത്. വലൗ കാനതാ ഫീ മക്കാനിൻ വാഹിദിൻ, വലൗ ഫീ മക്കാനിൻ വാഹിദിൻ, അത് രണ്ടും ഒരൊറ്റ സ്ഥലത്താണെങ്കിൽ പോലും കുഴപ്പമില്ല, രണ്ട് തവണ അടിക്കണം. ഇനി നോക്കൂ, യഖൂമു മഖാമൽ ളർബത്തൈനി, രണ്ട് അടിക്ക് പകരമാകും ഇസാബത്തു തുറാബി ബി ജസദിഹി, എന്ത്, അവന്റെ ശരീരത്തിൽ അവന്റെ ശരീരത്തിൽ മണ്ണ് എത്തിക്കൽ, എത്തിയപ്പോ ഇതാ മസഹു, അവൻ തടവി ബി നിയ്യത്തി തയമ്മുമി, തയമ്മുമിന്റെ നീയത്തോടു കൂടെ തടവുകയും ചെയ്താൽ അത് രണ്ട് അടിക്ക് പകരമാകും. അസ്സാബിഉ, ഏഴാമത്തത് ഇൻഖിതാഉ മാ യുനാഫീഹി, തയമ്മുമിന്റെ നിയ്യത്തിനോട് അല്ലെങ്കിൽ തയമ്മുമിനോട് എതിരാകുന്ന കാര്യങ്ങൾ മുറിയണം. അതെന്തൊക്കെയാണ്? മിൻ ഹൈലിൻ ഔ നിഫാസിൻ ഔ ഹദസിൻ, ഹൈല്, നിഫാസ്, ഹദസ് പോലുള്ള തയമ്മുമിന് മുനാഫിയാകുന്ന, അതിന് എതിരാകുന്ന കാര്യങ്ങൾ മുറിയണം. അത് ഷർത്താണ്. അസാമിനു, എട്ടാമത്തെ ഷർത്ത് എന്താണ്? സവാലുമാ യംനഉൽ മസ്ഹ, തടവലിനെ, മസ്ഹിനെ തടവുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കൾ നീക്കണം. ഏത്? ചർമ്മത്തിൽ, തൊലിയിൽ തടവുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കൾ നീക്കണം. ഏതുപോലെ? കശംഇൻ, മെഴുകുപോലെ, വശഹ്മിൻ, നെയ്യ് പോലെ, പാട നെയ്യ് എന്നൊക്കെ പറയാം. ഇതുപോലുള്ള തടവുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കൾ നീക്കണം. ഇങ്ങനെ 8 ഷർത്തുകൾ. വസബബുഹു വശുറൂതു വുജൂബിഹി, അതിന്റെ കാരണങ്ങളും അത് നിർബന്ധമാകാനുള്ള ഷർത്തുകളും കമാ ദുക്കിറ ഫിൽ വുളൂഇ, വുളൂഇൽ പറഞ്ഞതു തന്നെയാണ്. അപ്പൊ അതിവിടെ ആവർത്തിക്കേണ്ട, വുളൂഇൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അഖല്, ബുദ്ധി വേണം, പ്രായപൂർത്തി, ഇസ്ലാം, അശുദ്ധി ഉണ്ടാക്കുക, ഹൈദോ നിഫാസ് ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വുളൂഇന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്.
ഇനി റുക്നാഹു തയമ്മുമിന്റെ 2 റുക്കുനുകൾ മസ്ഹുൽ യദൈനി ഒന്ന് കൈ രണ്ടും തടവലാണ്, വൽ വജ്ഹി മുഖവും തടവലാണ്. ഇതതിന്റെ 2 റുക്കുനുകളാണ്. കയ്യും മുഖവും തടവുക എന്നുള്ളത് 2 റുക്കുനുകളാണ്. അപ്പൊ തയമ്മുമിന്റെ സിഹത്തിനുള്ള ഷർത്ത് പറഞ്ഞു. അതിന്റെ റുക്കുനുകളും 2 റുക്കുനുകളും പറഞ്ഞു. ഇനി നമുക്ക് തയമ്മുമിന്റെ സുന്നത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.